തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന പിണറായി സർക്കാർ ഏകദേശം ഒരു വർഷം മുൻപ് സമർപ്പിച്ച ജെ.ബി. കോശി കമ്മീഷൻ, ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി നിയമിച്ച ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് നടപ്പിലാക്കാനുള്ള തത്രപ്പാടിന്റെ പുറകിലാണ് എന്നൊരു വാർത്തയാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത്. തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ ഒരു വർഷം ഉറങ്ങിക്കിടന്ന ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ നടപ്പിലാക്കുന്നതിനുള്ള ഇത്ര നിർദ്ദൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെയും ക്രൈസ്തവ സമുദായത്തിലെ ജനങ്ങളെയും പറ്റിച്ചുകൊണ്ട് അവരുടെ വോട്ട് കീശയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കുതന്ത്രങ്ങളുടെ ഭാഗം മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സഭയോടും സമുദായത്തോടും താല്പര്യമുള്ള ഒരു ഭരണകൂടമായിരുന്നെങ്കിൽ ജെ.ബി. കോശി കമ്മീഷന്റെ പുറത്ത് ഏകദേശം ഒരു വർഷത്തോളം അടയിരിക്കില്ലായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സമുദായത്തിലെ അംഗങ്ങളെയും പറ്റിച്ചുകൊണ്ട് എങ്ങനെയും വോട്ട് കൈക്കലാക്കാം എന്ന കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വാർത്ത വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഒരു പ്രത്യേക പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം ന്യൂനപക്ഷ കമ്മീഷനെ കണക്കാക്കുകയും ആ കമ്മീഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമായി കാണുകയും ചെയ്യുന്ന ഒരു പ്രകടന പത്രികയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ന്യൂനപക്ഷമായ ആ വിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിച്ച് മുന്നോക്കത്തിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിലും ഇനിയും അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഇനിയും പ്രവർത്തിക്കും. സംസ്ഥാനത്തിന്റെ ന്യൂനപക്ഷ കമ്മീഷനെ സ്വയാധികാര കമ്മീഷനാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കമ്മീഷനാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പ്രകടന പത്രികയാണ് ഞാൻ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവർക്ക് ഇനി മറ്റെന്തെങ്കിലും കമ്മീഷൻ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ കേരളത്തിലെ ക്രൈസ്തവരുടെ കൂടി കമ്മീഷനാണ്. ആ സമുദായത്തിന്റെ കൂടി ആവശ്യങ്ങളെ നിറവേറ്റുന്ന പ്രകടന പത്രികയായിരിക്കണം അവിടെ ഇറക്കേണ്ടത്. അതിനു പകരം ഒരു പ്രത്യേക ന്യൂനപക്ഷ സമുദായത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വികേന്ദ്രീകൃത വോട്ട് ബാങ്ക് സിസ്റ്റത്തിലൂടെ അവിടെയും അധികാരം കൈയാളാനുള്ള പിണറായി സർക്കാരിന്റെ ഇരട്ട മുഖമാണ് അവിടെ തെളിയുന്നത്. അതുകൊണ്ട് കോശി കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പോൾ എടുത്തു വെച്ചുകൊണ്ടുള്ള മായാജാലങ്ങളൊന്നും സമുദായത്തിന്റെ ജനങ്ങളെ പറ്റിക്കാൻ എന്ന് പിണറായി സർക്കാർ വിചാരിക്കേണ്ട. പിണറായി സർക്കാർ അത്തരം ഗൂഢലക്ഷ്യങ്ങളോടുകൂടി ജനങ്ങളെ വഞ്ചിക്കുന്ന, സമുദായങ്ങളെ പറ്റിക്കുന്ന തരത്തിലുള്ള ഒരു കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് വിചാരിക്കേണ്ട. ഈ സമുദായം വളരെ പക്വതയാർന്ന വിവേകമുള്ള ജനങ്ങളുടെ സമുദായമാണ്. ഞങ്ങൾക്കുണ്ടായിട്ടുള്ള തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഈ സമുദായത്തിലെ അംഗങ്ങൾ മനസ്സിലാക്കും. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ വിഴിഞ്ഞം മേഖലയിൽ ഉൾപ്പെടെ ഈ സർക്കാർ കാണിച്ച ഗൂഢാലോചനകൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. തീരദേശ മേഖലയിലും മലയോര മേഖലയിലെയും ജനങ്ങൾ ഇന്ന് ആകെ ആകുലപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, സർക്കാർ കൈക്കും കെട്ടി നോക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെയുള്ള ജനങ്ങളെ എല്ലാം പറ്റിക്കാൻ വേണ്ടി ഈ തുറുപ്പ് ചീട്ടെടുത്തുകൊണ്ട് ഈ ഇലക്ഷൻ കാലത്തിലേക്ക് പിണറായി സർക്കാർ ഇറങ്ങി വരേണ്ട. അത് ഈ സമുദായ അംഗങ്ങൾ